ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പറവകൾ പാറി എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പറവകൾ പാറി. നോക്കിയ മക്കളെ, അവിടെ എന്തിൻ്റെ എല്ലാം ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? മേഘങ്ങളുടെയും മരത്തിൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് അനുയോജ്യമായ നിറങ്ങൾ കൊടുക്കുക. അടുത്ത് നോക്കിയേ, വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ എഴുതി ചേർക്കാനാണ്. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച വരികൾ അതുപോലെ അവിടെ എഴുതിയാൽ മതി. നോക്കി, എന്താണ് നമ്മൾ പഠിച്ചത്? പടപട പടപട പറവകൾ പാറി എന്ന് എഴുതി ചേർക്കുക. അടുത്ത പേജ് നോക്കിയേ മക്കളെ, ചിത്രത്തിൽ എന്തെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്? കായ്കളോടുകൂടി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചിത്രമുണ്ട്. പിന്നെന്താ, പലതരത്തിലുള്ള പക്ഷികളുടെ ചിത്രമുണ്ട്. പൂത്തു നിൽക്കുന്ന ചെടികളുടെ ചിത്രമുണ്ട്. ഇവയ്ക്കെല്ലാം മക്കൾ അനുയോജ്യമായ നിറങ്ങൾ കൊടുക്കുക. ഇനി എന്താ മക്കളെ ചെയ്യാനുള്ളത്? വിട്ടുപോയിട്ടുള്ള വരികൾ നമ്മളവിടെ എഴുതി ചേർക്കണം. നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ച വരികൾ അതുപോലെ അവിടെ എഴുതിയാൽ മതി. പടപട പടപട പറവകൾ പാറി തന 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 തനുദിന താന. അടുത്ത് നോക്കിയേ, കലപില കലപില പറവകൾ പാടി തന 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 തനുദിന താന. അടുത്ത് നോക്കിയേ മക്കളെ, കുറേ പക്ഷികൾ പറക്കുന്നത് കണ്ടോ? അവരെന്താ നമ്മളോട് ചോദിക്കുന്നത്? നിറന്താ എന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നോക്കിയേ, നമുക്കവിടെ 2 ഭാഗങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? പക്ഷികളും എന്താണ് ചോദിക്കുന്നത് നമ്മളോട്? അവർ നിറം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ നിറം താ എന്ന് എഴുതി ചേർക്കാം. ഇനി അവയ്ക്കെല്ലാം മക്കൾ നിറം കൊടുക്കണം. എങ്ങനെയാണ് നിറം കൊടുക്കേണ്ടത്? പക്ഷികൾ പറക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് മക്കളെ അത്? ചില പക്ഷികൾ മുകളിലേക്ക് പറക്കുന്നു, ചില പക്ഷികൾ താഴേക്ക് പറക്കുന്നു, ചിലത് ഇടത്തോട്ട് പറക്കുന്നു, ചിലത് വലത്തോട്ട് പറക്കുന്നു. പക്ഷികൾ പറക്കുന്ന രീതി അനുസരിച്ച് അവയ്ക്ക് കൊടുക്കേണ്ട നിറങ്ങൾ മുകളിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടോ മക്കളെ? അത് നോക്കി വേണം താഴെ കൊടുത്തിട്ടുള്ള പക്ഷികൾക്ക് നിറം കൊടുക്കാൻ. മനസ്സിലായോ? ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്